ഉള്ള ബന്ധം. മനുഷ്യനെ ഗുരുനാഥനോട് വലിയ ബന്ധമാണെന്നാണ്. ഗുരുവിനെ ബഹുമാനിക്കാത്ത ആൾക്ക് 3 പരാജയം ഉണ്ടാവുന്നതാണ്. ഗുരുനാഥനെ, ഏത് ഗുരുനാഥനാണെങ്കിലും കേട്ടോ, ഡ്രൈവിംഗ് പഠിപ്പിച്ച ആളാണെങ്കിലും ശരി, കണക്ക് പഠിപ്പിച്ച ആളാണെങ്കിലും ശരി, മുസ്ലിമാണെങ്കിലും ശരി, അമുസ്ലിമാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, ഗുരുനാഥനെ നിന്ദിച്ചാൽ 3 ബുദ്ധിമുട്ടുണ്ടാവുമെന്നാണ്. ഒന്നാമത്തെ ബുദ്ധിമുട്ട്, അവനിൽ നിന്ന് പഠിച്ചതിൻ്റെ ഉപകാരം നഷ്ടപ്പെടുമെന്നാണ്. ഏത് ഗുരുവിനെ നിന്ദിച്ചാലും അയാളിൽ നിന്ന് പഠിച്ചതിൻ്റെ ഉപകാരം നഷ്ടപ്പെടും. ഒരാൾ നമുക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ചൊന്നു, ഓനെ നമ്മൾ ചേനത്തലയാന്ന് വിളിച്ചു. ഡ്രൈവിംഗ് പഠിപ്പിച്ചെന്നാൽ അവൻ കഷണ്ടിയായിരുന്നു. എന്നാൽ അവനിൽ നിന്ന് പഠിച്ചതിൻ്റെ ഉപകാരം നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആവശ്യം വരുന്ന നേരത്തെ ബ്രേക്ക് ഔട്ടാൻ മറക്കും, വണ്ടിയുടെ അരിച്ചലക്കി ആടും. അതന്നെ ഗുരുവിനെ നിന്ദിക്കുന്നവന് അയാളിൽ നിന്ന് പഠിച്ചതിൻ്റെ ഉപകാരമില്ലാതെയാവും. ഒന്നാമത്തെ കാര്യം അതാണ്. ഏത് ഗുരുവിനാണെങ്കിലും, ഏത് അധ്യാപകനെ ആണെങ്കിലും, ഏത് ഗുരുനാഥനെ ആണെങ്കിലും, സ്കൂളിലാണെങ്കിലും മദ്രസയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും, കമ്പ്യൂട്ടർ പഠിപ്പിച്ച ആളാണെങ്കിലും, നമുക്ക് പിന്നെ കരാട്ട പഠിപ്പിച്ച ആളാണെങ്കിലും, കന്നൂട്ടാൻ പഠിപ്പിച്ച ആളാണെങ്കിലും, തെങ്ങ് തുറക്കാൻ പഠിപ്പിച്ച ആളാണെങ്കിലും, കൃഷി പഠിപ്പിച്ച ആളാണെങ്കിലും, ആരാണെങ്കിലും ഗുരുവിനെ നിന്ദിച്ചാൽ അയാളിൽ നിന്ന് പഠിച്ചതിൻ്റെ ഉപകാരം നഷ്ടപ്പെടും. 1. രണ്ടാമത്തേത് ഫൗത്തു റിസ്ഖാണ്. ഭക്ഷണം തടയപ്പെടും. ഗുരുവിനെ നിന്ദിച്ചവന് ഒജീനം മുട്ടും, തിന്നല്ലാതാവും. ഗുരുവിനെ നിന്ദിച്ചവന് ഭക്ഷണം കടമായി വരും. എന്ത് കടായാലും ഭക്ഷണം കടാവാൻ പാടില്ലല്ലോ. ശരിക്ക് തുണികുപ്പായം കടാണെന്ന് വെക്കുക, പെരപ്പണി കഴിഞ്ഞാൽ കുറേ കടണ്ട്, മകളെ കെട്ടിച്ചാൽ കുറേ കടണ്ട്, ഒക്കെ സമ്മതിക്കാം. ഭക്ഷണം കടായ പ്രശ്നമല്ലേ, തിന്നണ കടായാൽ. എന്നാൽ ഗുരുവിനെ നിന്ദിച്ചവൻ്റെ ഭക്ഷണം കടാവും. ഒജീനം തടയപ്പെടും, ഭക്ഷണം തടയപ്പെടും. അതിനാണ് ഫൗത്തു റിസ്ഖ് എന്ന് പറയുന്നത്. ഓൻ എവിടെ പോയിട്ടും നേരാവില്ല. അവൻ കുവൈത്ത് പോയിട്ടും കാര്യമില്ല, ഖത്തർ പോയിട്ടും കാര്യമില്ല, ബഹ്റൈനിൽ പോയിട്ടും കാര്യമില്ല, നാട്ടിൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടും കാര്യമില്ല, ജ്വല്ലറി ആയിട്ടും കാര്യമില്ല, കണ്ണടപ്പൊടി ആയിട്ടും കാര്യമില്ല, എന്തായിട്ടും കാര്യമില്ല. ഗുരുവിനെ നിസ്സാരമാക്കിയവൻ്റെ ഒജീനം തടയപ്പെടും, ഭക്ഷണം തടയപ്പെടും. 3. സൂഉൽ ഖാത്തിമ, അന്ത്യം ചീത്തയാവും. ഗുരുവിനെ നിസ്സാരമാക്കിയവൻ്റെ അന്ത്യം ചീത്തയാവും. ഇത് 3 വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഗുരുനാഥന്മാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം. എല്ലാ ഗുരുനാഥന്മാരെയും. 4000 ഉസ്താദുമാരാണ് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത് എന്നാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ജന്മന കണ്ണ് കാണാത്ത ഒരാളായിരുന്നു എന്നാണ്. സയ്യിദുന മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു ജന്മന കണ്ണിന് കാഴ്ച കുറവുള്ള ആളായിരുന്നു. ഉമ്മ ദ്വാരന്നിട്ട് കാഴ്ച കിട്ടിയതാണ്. ബുഖാരി ഇമാമിൻ്റെ ഉമ്മ ദ്വാരുന്നതാണ്. ദ്വാരന്ന് കണ്ണിന് കാഴ്ച കിട്ടിയിട്ട് 4000 ഉസ്താദന്മാരെ നേരിൽ കണ്ട് ഇൽമു പഠിച്ചിട്ടുണ്ട് സയ്യിദുന മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു. 4000 ആൾക്കാർ ഓർമ്മ ഉണ്ടായിരുന്നു, 4000 ആൾക്കാരും സന്ദർശിക്കലുണ്ടായിരുന്നു. ഞങ്ങൾ ഉസ്താദ് നമുക്ക് മര്യാദക്കുണ്ടോ, ഓരോ ഓർമ്മ ഉണ്ടോ? എന്നാൽ ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടീനോട് എന്നെ 1ൽ ആരെ പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഒരു കണ്ണട വെച്ച ആളാണ് പറഞ്ഞു. കണ്ണട ആരെല്ലാം വെക്കും? കാഴ്ച കുറവുള്ളൊരു 33% ഉണ്ട് ഇപ്പോൾ എന്ന് പറയണേ. ആ കൂടി പുസ്തകമോ? 4 ആൾ മര്യാദക്കില്ല, നമുക്ക് ഉള്ളവരെ ഓർമ്മയില്ല. ഗുരുനാഥനെ ഓർക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തന്നെ ഒന്നുമില്ല, ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അന്ത്യം ചീത്തയായി മരിക്കുമെന്നാണ് ഗുരുവിനെ ഇൻസൾട്ട് ചെയ്യുന്നവൻ. മദ്രസയിലോ അല്ലെങ്കിൽ സ്കൂളിലോ പഠിക്കണ കുട്ടി, സ്കൂളിൽ പഠിച്ചിട്ട് 3ാം ക്ലാസ്സിൽ നിന്ന് കുട്ടി ഒരു ദിവസം സ്കൂളിൽ വന്നപ്പോൾ വാപ്പാട് പറയാണ്, വാപ്പ ഞങ്ങളെ സ്കൂളിലെ ഹെഡ് മാഷില്ലേ, ആ ഹെഡ് മാഷെ എല്ലാവരും എന്തോ ഒരു പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ആ പേരാ വിളിക്കൽ എന്നാണ്, മത്തങ്ങാന്നാ വിളിക്കൽ പറഞ്ഞു. വാപ്പാനോട് മോൻ വന്നിട്ടേ അതിൽ വാപ്പ ചോദിക്കുകയാണ് കുട്ടീനോട്, എന്താ വെച്ച് പറഞ്ഞു, ഒന്നുകൂടിയും പറയാന്ന്. അതിൽ മോൻ പറഞ്ഞു, ഞങ്ങളെ ഹെഡ് മാഷ എല്ലാവരും മത്തങ്ങാന്നാ വിളിക്കൽ. അതിൽ വാപ്പ പറഞ്ഞു കൊടുക്കുകയാണ്, അയാൾക്ക് പറ്റിയ പേരാണത് എന്ന്. ഈ കുട്ടി ഇഞ്ഞി പോനെ സിറാത്ത് പാലം കിടക്കുമ്പോൾ കയ്യമ്മ പിടിക്കണത്തരേ, നടക്കോ പരിപാടി? ഗുരുവിനെ ഇൻസൾട്ട് ചെയ്താൽ ഏത് പാലം കിടക്കാനാണ്? വാപ്പ അപ്പം തന്നെ തിരുത്തണ്ടേ, മോനെ ആര് പറഞ്ഞാലും വാപ്പാൻ്റെ കുട്ടി അധ്യാപകനെ കുറിച്ച് അങ്ങനെ പറയരുത്, ഗുരുവിനെ കുറിച്ച് അങ്ങനെ പറയരുത്. ഇനി ഗുരു എന്ന് പറഞ്ഞാൽ പിന്നെ അധ്യാപകൻ എന്ന് മാത്രമല്ല കേട്ടോ,
പേന ഗുരുവാണ്, നോട്ട് പുസ്തകം ഗുരുനാഥനാണ്, ടെക്സ്റ്റ് ബുക്ക് ഗുരുനാഥനാണ്. ഖുർആൻ പരിചയപ്പെടുത്തിയ ആദ്യത്തെ ഗുരുനാഥൻ പേനയാണ്. അല്ലമ ബിൽ ഖലം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ചൊല്ലിക്കാൻ നിങ്ങൾ എന്താ കാട്ടണതെന്നൊരു പിടുത്തം കിട്ടണില്ല. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അല്ലമ ബിൽ ഖലം, വിവരത്തിൻ്റെ ആദ്യത്തെ മാനദണ്ഡമായി പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് പേനയെയാണ്. പേന ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല എന്നാണ്. മഷിയിൽ ബറക്കത്തുണ്ട് എന്നൊരു ഹദീസിലുണ്ട്. മഷിയിൽ ബറക്കത്തുണ്ട്, എഴുതാനൊന്നുമില്ലെങ്കിൽ ഒരു പേന കീശയിൽ വെക്കണം. കാരണം മഷിയിൽ ബറക്കത്തുണ്ട് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ എഴുതാനൊന്നും ഉണ്ടാവില്ലല്ലോ, എന്നാലും കൂടിയിട്ട് എന്ത് ചെയ്യണം, ഒരു പേന കീശയിൽ വെക്കണത് നല്ലതാണ്. ബറക്കത്തിന് വേണ്ടിയിട്ട്. പേന ബറക്കത്തിൻ്റെ അടയാളമാണ്. മുസ്തഫ നബി തങ്ങൾ പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മഷിയിൽ ബറക്കത്തുണ്ട്. പഴമക്കാരായ മഷിക്കുപ്പി കൊണ്ടിടക്കലായിരുന്നു പതിവ്. ഒരു കുപ്പിയിൽ മഷി ഉണ്ടാവും, എന്നിട്ട് അതിൽ മുക്കി ചെയ്താൽ ഒരു കലമും ഉണ്ടാവും. നമുക്കിന്ന് അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. 4 ഉറുപ്പ്യ കൊടുത്താൽ നല്ല മട്ടത്തിൽ കീശയിൽ വെക്കാനുള്ളത് കിട്ടും. അതുകൊണ്ട് മഷിയിൽ ബറക്കത്തുണ്ട് എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ കീശയിൽ ഒരു പേന വെക്കണം. ചെറിയ കാര്യമാണ്, എന്തിനാ കിട്ടുന്ന ബറക്കത്ത് നമ്മൾ കളയുന്നത്. അപ്പോൾ അധ്യാപകൻ ഗുരുനാഥൻ എന്ന് പറയുന്നതിൽ ഒന്നാമത് വരുന്നത് പേനയാണ്. പേനയെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല എന്നാണ്. പേന നിലത്ത് വീണാൽ വലത് കൈ കൊണ്ട് ഉടനെ എടുക്കണമെന്ന് ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. പേന നിലത്ത് വീണാൽ കാലുകൊണ്ട് ഒരിക്കലും എടുക്കാൻ പാടില്ല, വലത്തെ കൈ കൊണ്ട് ഉടനെ എടുക്കണം. കാരണം പരിശുദ്ധ ഖുർആൻ വിവരത്തിൻ്റെ ആദ്യത്തെ മാനദണ്ഡമായി പേനയെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പേന ഗുരുനാഥനാണ്, നോട്ട് പുസ്തകം ഗുരുനാഥനാണ്, ടെക്സ്റ്റ് ബുക്ക് ഗുരുനാഥനാണ്. മഷി കഴിഞ്ഞ പേനയാണെങ്കിലും നല്ല നിലയിൽ സംസ്കരിക്കണം. അശ്രദ്ധയോടുകൂടി അലക്ഷ്യമായി ഇടാൻ പാടില്ല എന്നാണ്. എഴുതിക്കഴിഞ്ഞ നോട്ട് പുസ്തകമാണെങ്കിലും നല്ല നിലയിൽ സംസ്കരിക്കണം. പരീക്ഷ എഴുതിക്കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്കാണെങ്കിലും നല്ല നിലയിൽ സംസ്കരിക്കണമെന്നാണ്. നല്ല വിവരം ഉണ്ടാവുള്ളൂ. ഗുരുവിനെ ഇൻസൾട്ട് ചെയ്താൽ ഉപകാരം നഷ്ടപ്പെടും. അതുകൊണ്ട് ബന്ധങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധമാണത്. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫത്ത് നുഅ്മാൻ റളിയല്ലാഹു അൻഹു താൻ മരണപ്പെട്ടാൽ തന്നെ മറവ് ചെയ്യാൻ ഒരു സ്ഥലം നിശ്ചയിച്ചു. ആദ്യം ഖബറിന് സ്ഥലം നിശ്ചയിച്ചു. എന്നിട്ട് ആ സ്ഥലത്ത് പോയിട്ട് ഇരുന്നിട്ട് 40,000 ഹത്തം മഹാനവർകൾ ഓതി തീർത്തിട്ടുണ്ട് എന്നാണ് അബൂ ഹനീഫ ഇമാമ്. തൻ്റെ വീട്ടിലിരിക്കുന്ന സമയത്ത് തൻ്റെ ഗുരുവിൻ്റെ ഉസ്താദിൻ്റെ വീടിന് നേരെ കാൽ നീട്ടിയിരുന്നില്ല എന്നാണ് അബൂ ഹനീഫ ഇമാമ്. മഹാനവർകളുടെ വീട് കഴിഞ്ഞിട്ട് 7 വീടുകളുടെ അപ്പുറത്തായിരുന്നു ഉസ്താദിൻ്റെ പേരുണ്ടായിരുന്നത്. മൂപ്പരെ വീട്ടിലിരുന്നിട്ട് ഉസ്താദിൻ്റെ വീടിന് നേരെ മഹാനായ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു കാൽ നീട്ടാറുണ്ടായിരുന്നില്ല എന്നാണ്. അതുകൊണ്ട് ഗുരുവിനെ ബന്ധങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധമാണത്. ഇനിയൊരു ബന്ധമുണ്ട്, സാഹോദര്യ ബന്ധം എന്ന് പറയുന്നതിന്. അതിന് അൽ-ഉഖുവത്തു ഫിൽ ഇസ്ലാം എന്നാണ് അറബിയിൽ പറയാം. നമ്മളെ മദ്രസയിലെ പാഠപുസ്തകങ്ങളിലൊക്കെ ഉണ്ട് അൽ-ഉഖുവത്തു ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ സാഹോദര്യ ബന്ധത്തെക്കുറിച്ച് പറയുന്ന ഒരു പാഠം. സാഹോദര്യ ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. സാഹോദര്യ ബന്ധം തകരുന്നതിന് 3 കാരണങ്ങളാണ് സൂറത്തുൽ ഹുജറാത്തിൽ പറഞ്ഞിട്ടുണ്ട്. സാഹോദര്യ ബന്ധം തകർക്കുന്നത് 3 കാര്യമാണ്. 1, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങി വരിക. മുഅ്മിനീങ്ങൾ ഏകോദര സഹോദരങ്ങളാവുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ്. കുറേണ്ട് എത്തിയാൽ 3 കാര്യം പറയും സാഹോദര്യം തകർക്കുന്നത്. 1, യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഹർ ഖൗമും മിൻ ഖൗമിൻ, അതാണ് ഒരു കാര്യം. വലാ നിസാഉം മിൻ നിസാഇൻ നസായകുന്ന ഖൈറൻ മിന്നുന്ന വലാ തൽമിസു അൻഫുസകും, അതാണ് രണ്ടാമത്തെ കാര്യം. വലാ തനാബസു ബിൽ അൽഖാബ്, അതാണ് മൂന്നാമത്തെ കാര്യം. 3 കാര്യങ്ങളാണ് സാഹോദര്യം തകർക്കുന്നത്. ഒന്നാമത്തെ കാര്യം ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ, ഒരു കൂട്ടരും മറ്റൊരു കൂട്ടരെ കളിയാക്കരുത്, പരിഹസിക്കരുത്. പരിഹാസം സാഹോദര്യം തകർക്കും. ആരും എന്തിൻ്റെ പേരിലാണെങ്കിലും, രാഷ്ട്രീയത്തിൻ്റെ പേരിലാണെങ്കിലും, മതത്തിൻ്റെ പേരിലാണെങ്കിലും, ആശയത്തിൻ്റെ പേരിലാണെങ്കിലും, ആദർശത്തിൻ്റെ പേരിലാണെങ്കിലും, പന്തയുടെ പേരിലാണെങ്കിലും, എന്തിൻ്റെ പേരിലാണെങ്കിലും
ഒരു കൂട്ടർ നാടിൻ്റെ പേരിലാണെങ്കിലും ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരെ കളിയാക്കാൻ പാടില്ല, സാഹോദര്യം തകർക്കും. ഖുർആൻ പറഞ്ഞതാണ് സൂറത്തുൽ ഹുജറാത്ത്.